സിഗ്നൽ സംവിധാനങ്ങളില്ലാത്തത് മൂലം ചെറിയനാട് പടനിലം ജംഗ്ഷനിൽ അപകടങ്ങൾ പതിവാകുന്നു. സിഗ്നൽ സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് അധികൃതർ മുഖം തിരിച്ചു നിൽക്കുകയാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. സിഗ്നൽ സംവിധാനമില്ലാത്തതിനാൽ സ്കൂൾ വിദ്യാർത്ഥി ഉൾപ്പെടെ നിരവധി പേർ മരണപ്പെടുകയും ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾക്കു മുൻപേ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകിയിരുന്നു. 4 ദിശകളിലും ട്രാഫിക് സിഗ്നൽ വിളക്കുകൾ സ്ഥാപിക്കണമെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. പൊതുമരാമത്ത് റോഡ് വിഭാഗത്തിനും റിപ്പോർട്ട് കൈമാറി. പിന്നീട് പൊതുമരാമത്ത് കെൽട്രോൺ അധികൃതർ പരിശോധന നടത്തി 12 വർഷമാകുമ്പോഴും നടപടികൾക്കുള്ള ഫയൽ നീങ്ങിയിട്ടില്ല. ചെറിയനാട് പടനിലം ജംഗ്ഷനിൽ നടക്കുന്ന ഒരുപാട് അപകടങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി സംസ്ഥാന തലത്തിൽ പോയിരുന്നു. സുതാര്യ കേരളത്തിൽ പരാതിയും കൊടുത്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 4 പ്രാവശ്യം തിരുവനന്തപുരത്ത് ഹിയറിംഗിനും വിളിപ്പിച്ചു. ഫണ്ട് അലോക്കേഷൻ വരുമ്പോൾ മാത്രം ഇത് തള്ളിപ്പോകുന്നു. ഇവിടെ നിരവധി അപകടങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് ജോസഫ് സ്കൂൾ, ശ്രീ വിജയേശ്വരി സ്കൂൾ, ഗവൺമെന്റ് JB സ്കൂൾ, SN ഹയർ സെക്കൻഡറി സ്കൂൾ, SN കോളേജ് എന്നിവിടങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വന്നിറങ്ങുന്ന സ്ഥലമാണിതെന്നും ചെറിയനാട് പഞ്ചായത്ത് അംഗം OT ജയമോഹൻ പറഞ്ഞു. പൗരസമിതി വർഷങ്ങളായിട്ട് ചെറിയനാട് പടനിലം ജംഗ്ഷനിൽ നടക്കുന്ന ഒരുപാട് ആക്സിഡന്റുകൾ, അതിനെതിരെ പരാതികളുമായിട്ട് സംസ്ഥാന തലത്തിൽ തന്നെ പോയിരുന്നു. സംസ്ഥാന തലത്തില് നമ്മുടെ സുതാര്യ കേരളത്തിൽ തന്നെ പരാതി കൊടുത്തു. 4 പ്രാവശ്യമാണ് ഇതിന്റെ ഹിയറിങ്ങിന് വേണ്ടി തിരുവനന്തപുരത്ത് വിളിപ്പിച്ചിട്ട് ലാസ്റ്റില് ഫണ്ട് അലോക്കേഷൻ വരുമ്പോൾ മാത്രമാണ് ഇത് സ്പ്ലിറ്റ് ആയി പോയിട്ടുള്ളത്. ഇവിടെ ഒരുപാട് ആക്സിഡന്റുകൾ നടക്കുന്ന ജംഗ്ഷനാണ്. അതായത് നമ്മുടെ ചെറിയനാട് ദേവസ്വം ബോർഡ് ഹൈസ്കൂള്, ഈ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂള്, വിജയശ്രീ ഹൈസ്കൂള്, അടുത്തുള്ള 4 ചെറിയ ചെറിയ സ്കൂളുകളുണ്ട്. നീലകണ്ഠ വിദ്യാപീഠം, SN ഹയർ സെക്കൻഡറി സ്കൂള്, SN കോളേജ്, ഇത്രയും കുട്ടികൾ തന്നെ വന്നിറങ്ങുന്ന ഒരു ജംഗ്ഷനാണ് ചെറിയനാട് പടനിലം ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ വിജയശ്രീ സ്കൂളിലെ ഒരു കുട്ടി ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരന്തരം ഈ ചെറിയനാട് ക്ഷേത്രത്തിന് മുൻവശത്തുള്ള ഗേറ്റിൽ നിന്ന് ഒരേപോലെ ഗേറ്റ് തുറന്നു വരുമ്പോൾ അങ്ങനെയാണ് ഈ ജംഗ്ഷനിൽ ഒരുപാട് ആക്സിഡന്റ് ഉണ്ടാവുന്നത്. ശ്രീ വിജയേശ്വരി സ്കൂളിലെ കുട്ടി ഇതിനു മുൻപ് ഇവിടെ മരണപ്പെട്ടിരുന്നു. ക്ഷേത്ര റോഡ് ട്രെയിൻ പോയതിനു ശേഷം റെയിൽവേ ഗേറ്റ് തുറക്കുമ്പോൾ പെട്ടെന്ന് വാഹനങ്ങൾ ജംഗ്ഷനിലേക്ക് എത്തുമ്പോഴാണ് അപകടങ്ങൾ കൂടുതലും ഉണ്ടാകുന്നത്. അടിയന്തരമായി ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കുന്നതിനുള്ള സ്വത്തര നടപടി അധികൃതർ കൈക്കൊള്ളണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏറെ തിരക്കുള്ള മാവേലിക്കര കോഴഞ്ചേരി റോഡിലെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് പടനിലത്തെ 4 റോഡുകൾ സംഗമിക്കുന്ന ജംഗ്ഷൻ. 4 വശത്തു നിന്നും എത്തുന്ന വാഹനങ്ങൾ നിയന്ത്രിക്കാൻ യാതൊരു സംവിധാനവുമില്ല. വാഹനമോടിക്കുന്നവർ സ്വയം നിയന്ത്രിച്ചു പോവുകയാണ് ഏക പരിഹാരം. ചെറിയനാട് ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം റോഡിൽ നിന്ന് വാഹനങ്ങൾ ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ മാവേലിക്കര കോഴഞ്ചേരി റോഡിൽ പ്രവേശിച്ച ശേഷമേ കൊല്ലക്കടവ് ഭാഗത്തു നിന്നെത്തുന്ന വാഹനങ്ങൾ ശ്രദ്ധയിൽപ്പെടൂ. ചെറിയനാട് റെയിൽവേ ഗേറ്റ് തുറക്കുന്ന സമയങ്ങളിൽ വാഹനങ്ങളുടെ അമിത വേഗവും നാട്ടുകാരെ ആശങ്കയിലാക്കുന്നുണ്ട്. ഇവിടെ 6 സ്കൂളുകളും ഒരു കോളേജും പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. ഈ ജംഗ്ഷനിൽ വന്നാണ് രാവിലെയും വൈകുന്നേരങ്ങളും കുട്ടികൾ സ്കൂളുകളിലേക്ക് പോകുന്നത്. ഇവിടെ ഈ അടുത്ത കാലഘട്ടത്തിലായിട്ട് വളരെയധികം അപകടങ്ങൾ ഉണ്ടാകുന്നു. ആൾക്കാർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ മരിച്ച സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ യാതൊരുവിധ നടപടികളും ഇതിനെതിരായിട്ടുണ്ടായിട്ടില്ല. 2 മാസത്തിന് മുമ്പ് ഇവിടെ ട്രാഫിക് ലൈറ്റ് സ്ഥാപിക്കാമെന്ന് ബഹുമാനപ്പെട്ട MLA അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇതുവരെ അതിന്റെ നടപടിക്രമങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ആംബുലൻസ് വരെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ആംബുലൻസ് ഇവിടെ വന്ന് ചീറിപ്പാഞ്ഞ് വളരെ സ്ഥിരമായിട്ട് അപകടങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇവിടെ 6 സ്കൂളുകളും കോളേജും പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. ഈ ജംഗ്ഷനിൽ വന്നാണ് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത്. ഇവിടെ അടുത്ത കാലത്തായി നിരവധി പേർക്ക് അപകടങ്ങൾ ഉണ്ടാവുകയും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 2 മാസം മുൻപ് ട്രാഫിക് ലൈറ്റ് സ്ഥാപിക്കാമെന്ന് MLA പറഞ്ഞുവെങ്കിലും നടപടികൾ ഒന്നുമായിട്ടില്ലെന്നും ചെറിയനാട് ദേവസ്വം ബോർഡ് സ്കൂൾ PTA പ്രസിഡന്റും ഓട്ടോ ഡ്രൈവറുമായ സുനിൽകുമാർ പറഞ്ഞു. ജംഗ്ഷനിലെ അനധികൃത പാർക്കിംഗ് കാരണം അമ്പലത്തിന്റെ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് കൊല്ലക്കടവ് ഭാഗത്തു നിന്നും ഇറങ്ങി വരുന്ന വാഹനങ്ങൾ കാണാത്തതും അപകടങ്ങൾക്ക് കാരണമാകുന്നു. ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കുന്നതോടൊപ്പം വാഹനങ്ങളുടെ പാർക്കിങ്ങിനും നിയന്ത്രണം കൊണ്ടുവരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.